ആർ മാർക്കറ്റ് എന്നാണ് ഈ ഒരു ഏരിയയെ അറിയപ്പെടുന്നത്. ഇവിടെ വന്നപ്പോഴാണ് കറുത്ത ഇതുപോലത്തെ സാധനം ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിവരിച്ച് തരികയുണ്ടായി. ഒരു ചായക്കടയിലേക്ക് കയറിയതാണ്. അപ്പോഴാണ് ഈ കൗതുകരമായിട്ടുള്ള വാർത്ത നമ്മളോട് പറഞ്ഞത്. 5-ാം മാസം ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഞാവൽപ്പായത്തിൻ്റെ സീസൺ ആണെന്നും ഇവിടെ നിന്ന് 40 രൂപയായിട്ട് ഞാവൽപ്പായം കിട്ടുമെന്നും കേരളത്തിലേക്കും പല ഏരിയയിലേക്കും ഇവിടെ നിന്ന് ഹോൾസെയിലായിട്ട് ഞാവൽപ്പായം കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു ചായക്കടയിൽ കയറിയപ്പോൾ അതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നുണ്ട്, മൂപ്പരാണ് നമ്മോട് പറഞ്ഞത്. എന്തായാലും നമ്മോട് ഇവർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. കേരളവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും മൂപ്പര് പറയുകയുണ്ടായി. പാലക്കാടൊക്കെ വന്നിട്ടുണ്ട് എന്നെല്ലാമാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെമ്പിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ചെമ്പിൽ ചായപ്പൊടി തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചായപ്രേമികളുടെ നാടാണ് ആന്ധ്രാപ്രദേശ് എന്ന് പലപ്പോഴായി തോന്നിപ്പോയിട്ടുണ്ട്. പല ഏരിയയിലും നമ്മൾ പോയി കാണുമ്പോൾ എവിടെ നോക്കിയാലും കാണുന്ന കാഴ്ചയാണ് ചായപ്പീടികൾ. അതും നല്ല തിരക്കുണ്ടാവും എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ചായ മാത്രം വിൽക്കുന്ന ഷോപ്പുകൾ. കടി മേടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കടയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇപ്പുറത്തെ കടയിലേക്ക് പോകണം. ഓരോന്നിനും ഓരോ ഷോപ്പുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെല്ലാം ഒരിടത്ത് സുലഭമായി കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിഫറൻറ്റ് നമുക്ക് വല്ലാതെ അങ്ങോട്ട് അനുഭവപ്പെട്ടത്. ഉള്ളിൽ പല ദേവീദേവന്മാരുടെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേബിളിലേക്ക് നോക്കിയപ്പോൾ തീപ്പെട്ടിക്കൂടുകൾ അടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ കാണുകയാണ്. ഇവിടങ്ങളിലെ ചായക്കടകളിലൊക്കെ തന്നെ ഇങ്ങനെയാണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കടകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മടനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അങ്ങനെ മൂപ്പരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കറുത്ത നിറത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും, അങ്ങനെ ഇങ്ങനെ 5-ാം മാസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം പകർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആൾ വളരെ നിഷ്കളങ്കനാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അത്രത്തോളം നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കറുത്ത സാധനം എന്ന് ഉദ്ദേശിച്ചത് ഞാവൽപ്പായമാണ് എന്നുള്ളത്. 5-ാം മാസം ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഹോൾസെയിൽ കടകൾ ഞാവൽപ്പായം വിൽക്കുന്നത് കാണാൻ സാധിക്കും എന്നൊക്കെയാണ് മൂപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർ മാർക്കറ്റ് എന്ന് പറയുന്നത് മലയാളികളുടെ ഒരുപാട് ഷോപ്പുകളുണ്ട് എന്നും മൂപ്പരിങ്ങനെ വിവരിച്ചു തരികയാണ്. അവിടെ നമുക്ക് ഡ്രസ്സുകൾ വിൽക്കുന്ന ഷോപ്പുകളും ഫാൻസി കടകളുമാണ് കൂടുതലും കാണാൻ സാധിക്കുക എന്നെല്ലാമാണ് മൂപ്പരിങ്ങനെ അഭിപ്രായപ്പെടുന്നത്. ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശം മടനപ്പള്ളിയുമായി 135 കിലോമീറ്ററാണ് ഡിഫറൻറ്റ് വരുന്നത്. അവിടേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലത്തായിട്ട് മലയാളികളുടെ ഒരു വലിയ കടയുണ്ട്. ആ കട നിൽക്കുന്ന സ്ഥലവും ആ കടയും അവരുടെ തന്നെ സ്വന്തം സ്ഥലമാണെന്നും കണ്ണൂരിലുള്ള ആളുകളാണ് അത് നടത്തുന്നത് എന്നുമെല്ലാമാണ് മൂപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുശലങ്ങൾക്ക് ശേഷം ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ്. ആർ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ തുടക്കഭാഗം. അതെ, ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു മരച്ചുവട്ടിലാണ് ക്ഷേത്രം കാണുന്നത്. പലവിധ കൊത്തുപണികളാൽ പലവിധ ദേവീദേവന്മാരുടെ ഫോട്ടോസ് എല്ലാം നമുക്കിവിടെ കാണാം. പിന്നീട് നോക്കുമ്പോൾ പഴമയിൽ ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ, രാവിലത്തെ ആ ഒരു വൈബ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പച്ചക്കറികൾ വിളവിപ്പിക്കുന്നത് പോലെ തന്നെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലും നമ്പർ 1 ആണ് ആന്ധ്രാപ്രദേശ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പല ഏരിയയിൽ പോയി നോക്കുമ്പോഴും ഇതുപോലത്തെ പച്ചയിൽ കുതിർന്നിട്ടുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് ഇത് സാധനം, എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത്. അപ്പോൾ മൂപ്പര് അത് എടുത്തുകൊണ്ട് ഇങ്ങനെ തേച്ച് കാണിക്കുകയാണ്. പഴമയിൽ ഉണർത്തുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. കണലെല്ലാം കത്തിച്ച് ഇതിങ്ങനെ ചൂടാക്കി വെക്കുന്ന തേപ്പ് പെട്ടി. പഴമയിലുള്ള തേപ്പ് പെട്ടി ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റിക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഞാനും അഫ്താബും ഇങ്ങനെ നടക്കുന്നത്. മൂപ്പർക്ക് തെലുങ്ക് മാത്രമേ അറിയുള്ളൂ, ഹിന്ദിയിലൊന്നും സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് പേര് കാര്യങ്ങളൊക്കെ ചോദിച്ച് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് വീഡിയോക്ക് മുന്നിൽ മൂപ്പര് നിന്ന് തന്നത്. എന്തായാലും കൊള്ളാം. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലെ ചിത്രപ്പണി എടുക്കുന്ന പൊടികളെല്ലാം തന്നെ വിവിധ നിറത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മണലുകളൊക്കെ തന്നെ സുലഭമായി കിട്ടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങുകളൊക്കെ തന്നെ ആ ഒരു മണലിലാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. പഴമയിലുള്ള ഒരു അങ്ങാടി, ആർ മാർക്കറ്റ് എന്നാണ് ഈ ഒരു അങ്ങാടിയെ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് മലയാളികളുടെ ഷോപ്പുകളെല്ലാം തന്നെ അടങ്ങിയ പ്രദേശമാണ് എന്നൊക്കെയാണ് ആളുകളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളികൾക്ക് ഒരു നിലയും വിലയുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആർ മാർക്കറ്റ്. അതുപോലെ തന്നെ വളരെ ക്ലീനിങ് സിറ്റി എന്ന് വേണമെങ്കിലും ഈ ഒരു പ്രദേശത്തെ വിശേഷിപ്പിക്കാം. ആന്ധ്രാപ്രദേശിലെ അണ്ണമയ ഡിസ്ട്രിക്റ്റിലെ മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏതായാലും ഇനി ആന്ധ്രാപ്രദേശിൻ്റെ ഒരു മാപ്പ് കയ്യിൽ പിടിക്കാം എന്നുള്ള രീതിയിലാണ് ഈ കടയിൽ കയറിയിട്ട് നമ്മൾ മാപ്പ് ചോദിച്ചത്. എന്തോ ഭാഗ്യവശാൽ ഇവിടെ നിന്നും മാപ്പ് കിട്ടി. പല കടകളിലും നമ്മൾ അന്വേഷിച്ചിട്ടും മാപ്പ് കിട്ടിയിട്ടില്ല. ഒരു 20-ൽ പരം കടകളിൽ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ ഈ ഒരു മാപ്പ് പഴയ ആന്ധ്രാപ്രദേശിൻ്റെ രൂപമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ സ്റ്റോക്ക് ഉണ്ടായതും. വളരെ ലളിതമായിട്ടുള്ള സ്വഭാവത്തോട് കൂടിയിട്ടാണ് മൂപ്പരുടെ ആ ഒരു ഡീലിംഗ്, ചിരിച്ചുകൊണ്ടുള്ള ആ ഒരു ഡീലിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടെ അടുത്ത് ഹോസ് റെയിൽസ് എന്നൊരു പ്രദേശമുണ്ട്, നിങ്ങളവിടെ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂപ്പർ നമ്മളോട് തിരക്കുന്നത്. ഞങ്ങളവിടെ പോയിട്ടുണ്ട്. ക്ലൈമറ്റ് എല്ലാം തന്നെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് വലിയ കൂളിംഗ് ഇല്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് മൂപ്പരും നമ്മളോട് പറഞ്ഞത്.